നീലരക്തത്തിന്റെ ആരുമറിയാത്ത കഥ. ഇതാണ് നീലരക്തം. ഞണ്ടിനെ ചോര. മനുഷ്യകുലം ഇന്ന് നിലനിൽക്കുന്നത് അതിന്റെ ബലത്തിലാണ്. അതില്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളില്ല, നമ്മളുമില്ല. ഞണ്ടിനെ രക്തം. അതാണ് സാധനം. ഏതെങ്കിലും ഞണ്ടിന്റെ പോര. സമുദ്രത്തിലുള്ള ഒരു പ്രത്യേകതരം ഞണ്ട് തന്നെ വേണം. ഹോഴ്സ് ഷൂ ക്രാബ്. അതിന്റെ തന്നെ വേണം. ഫോട്ടോയിൽ കാണാം. LAL എന്നറിയപ്പെടുന്ന ലിമുലസ് അമേബോസൈറ്റ് ലൈസേറ്റ് എന്ന വസ്തു എടുക്കാനാണ് ഇതിനെ പിടിക്കുന്നത്. അത് ഇതിനു മാത്രമേയുള്ളൂ. മനുഷ്യ ശരീരത്തിലെ ബാക്ടീരിയൽ അണുബാധ ഏറ്റവും പെട്ടെന്ന് അറിയാനുള്ള അതിപ്രധാനമായ ടെസ്റ്റ് നടത്താനുള്ള കെമിക്കൽ ആണിത്. വാക്സിനുകളും IV ഫ്ലൂയിഡുകളും ഉണ്ടാക്കാൻ ഇവ അതിപ്രധാനം. സ്വന്തം ശരീരത്തിൽ കയറിപ്പറ്റുന്ന ബാക്ടീരിയകളോട് അതിവേഗം പ്രതികരിക്കാനുള്ള ഈ ഞണ്ടുകളുടെ കഴിവാണ് അവക്ക് വിനയായിരിക്കുന്നത്. കടലിൽ നിന്നും ഞണ്ടുകളെ പിടിച്ച് പ്രത്യേക സംവിധാനങ്ങളിലൂടെ അവയുടെ രക്തത്തിന്റെ ഒരു ഭാഗം ഊറ്റി എടുത്ത ശേഷം തിരിച്ചു കടലിൽ വിടുക എന്നതാണ് രീതി. ചിലത് അതിജീവിക്കാറുമില്ല. സ്ഥിരം പിടിച്ചു കൊന്നാൽ അവ വംശനാശം സംഭവിച്ച് ഇല്ലാതാകുമെന്ന് ഭയം കൊണ്ടാണ് ഈ തിരിച്ചുവിടൽ. ഒരൊറ്റ ലിറ്ററിന് 11 ലക്ഷം രൂപയാണ് വില. 1960കളിൽ ശാസ്ത്രജ്ഞരായ ഫ്രെഡറിക് ബാമും ജാക്ക് ലെവിനും നടത്തിയ ഈ കണ്ടുപിടിത്തം ഫാർമസ്യൂട്ടിക്കൽ സുരക്ഷയിൽ വിപ്ലവം സൃഷ്ടിച്ചുവെങ്കിലും അതോടെ ഞണ്ടുകളുടെ കഷ്ടകാലം ആരംഭിക്കുകയായിരുന്നു. ഒരു വർഷം 5 ലക്ഷം ഞണ്ടുകളോളം നിലവിൽ പിടിച്ചു ഇത്തരത്തിൽ ഊറ്റപ്പെടുന്നു. ഈ രക്തമൂറ്റുമ്പോൾ ഞണ്ടിനുണ്ടാകുന്ന വേദനയും മാനസിക സംഘർഷവും ആധുനികകാലത്ത് വിവാദവിഷയമായിട്ടുണ്ട്. അതിനാൽ ഇതിന്റെ സിന്തറ്റിക് ആയിട്ടുള്ള കൃത്രിമ രാസപദാർത്ഥങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഗവേഷണവും തകൃതിയായി നടക്കുന്നുണ്ട്. പക്ഷേ വിജയിച്ചിട്ടില്ല ഇതുവരെ. ഡൈനോസറുകളെക്കാൾ പഴക്കമുള്ള സ്പീഷീസിൽ പെട്ട ഇവയോട് മനുഷ്യകുലം എന്നും കടപ്പെട്ടിരിക്കുന്നു എന്നു പറയാതെ വയ്യ, ശരിയല്ലേ?